നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. കുട്ടികളോട് ഒരു അപേക്ഷയുമായാണ് ഈ രാത്രിയിൽ വരുന്നത്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ 4 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 3 പേരുടെ മൃതശരീരം കണ്ടെടുത്തു. ഒരാളെ ഈ സമയമായിട്ടും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചൂട്ടാട് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ തിരമാലകൾക്കിടയിൽപ്പെട്ടു. അതിലൊരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. മറ്റൊരു കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് വൈകുന്നേരം 5:30 ഈ ചപ്പാരപ്പടവിനടുത്ത് കൂവേരിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ തളിപ്രമ്പ് സ്വദേശിയായ ഒരു മോൻ, ആ മോൻ മുങ്ങി മരിച്ചു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, അതേ സമയത്താണ് ഇരിക്കൂർ പയ്യാവൂരിൽ ഒരു പെൺകുട്ടി, സഹോദരനോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടി മുങ്ങി മരിച്ചു. കുട്ടികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ പുഴകളും കടലുമൊക്കെ വലിയ അപകടകാരിയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ അതിൻ്റെ അകത്തലങ്ങളിലേക്ക് അവ വലിച്ചെടുക്കും. നമുക്ക് ഉയർന്നു പൊങ്ങാൻ കഴിയില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ ശ്വാസം പോയിട്ടുണ്ടാകും. ഈ അവധിക്കാലമൊക്കെ ആഘോഷിച്ച് അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി മലയോര മേഖലയിലേക്ക് വരും. പലരും ടൗണുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർക്കും ഒന്നും നമ്മുടെ ഇവിടുത്തെ പുഴയെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഉണ്ടാകില്ല. എവിടെയൊക്കെ കയങ്ങളുണ്ടാകുമെന്ന് അവർക്കറിയില്ല. ശാന്തമായി കിടക്കുന്ന കയങ്ങൾ പെട്ടെന്ന് അപകടകാരിയാവും. അതിലെ ചുഴിയിൽപ്പെട്ട് നമുക്ക് ഉയർന്നു വരാൻ കഴിയില്ല. എല്ലാ വർഷവും ഇവിടെ ആലക്കോടിനടുത്ത് രേരോം പുഴയിൽ അപകടം നടക്കാറുണ്ട്. മഴക്കാലമായാൽ ഒരാളെങ്കിലും ആ പുഴയിൽ വീണ് മരിച്ചു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാറുണ്ട് വർഷങ്ങളായിട്ട്. ആ പുഴ കണ്ടാൽ ആരും അപകടകാരിയാണെന്ന് ധരിക്കില്ല. ചില ആഴങ്ങളിൽ വെള്ളം ഒഴുകാതെ തളം കെട്ടി നിൽക്കുന്നത് കാണാം. അങ്ങനെ തളം കെട്ടി നിൽക്കുന്ന പുഴയിലേക്ക് നമ്മൾ മെല്ലെ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കയറി വരാൻ കഴിയില്ല. കൂവേരിപ്പുഴയും പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്ത സ്വഭാവമുള്ള ഒരു പുഴയാണ്. ആ പുഴയിൽ പല കയങ്ങളുണ്ട്. ആ കയങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു ഗ്രാഹ്യവും ഉണ്ടാകില്ല. പ്രദേശവാസികൾക്ക് പോലും ഗ്രാഹ്യമില്ലാത്ത കയങ്ങൾ കൂവേരിപ്പുഴയിലും രേരോമ്പുഴയിലും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ ആ പ്രദേശത്തുകാർ പോലും അപകടത്തിൽപ്പെട്ട് മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിലനിൽക്കുകയാണ് പുറത്ത് ടൗൺ പ്രദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത്. ഒന്ന് എടുത്തു ചാടുന്നു, നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകും. പക്ഷേ സംഭവിച്ചതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത്. ഇന്ന് യാത്രയിലായിരുന്നു. ഇതറിഞ്ഞപ്പോൾ തന്നെ പറയാതിരിക്കാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. എന്തായാലും ഒരിക്കൽ കൂടി പറയുകയാണ്, പ്രിയപ്പെട്ട കുട്ടികളെ, കടലും പുഴയും അപകടകാരികളാണ്. അവരിലേക്ക് നിങ്ങളെ ആകർഷിക്കാൻ അവർ പല കൊപ്രായത്തരങ്ങളും കാണിക്കും. ചില പുഴകൾക്ക് കാണാൻ എന്ത് ഭംഗിയാണ്, ചില വെള്ളച്ചാട്ടങ്ങൾ എന്ത് ഭംഗിയാണ്, കടലിനെ നോക്കിയിരിക്കാൻ എന്ത് ഭംഗിയാണ്, കടലിലെ തിരമാലകൾക്ക് എന്ത് ഭംഗിയാണ്. ആലക്കോട് വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമാണ്. ആ വെള്ളച്ചാട്ടത്തിൽ എത്ര പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ? ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഒരുപാട് അപകടത്തിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്. അവിടുത്തെ ചുഴികൾ, അവിടുത്തെ കുഴികൾ, അതൊക്കെ അപകടകാരികളാണ്. അതൊന്നും അറിയാതെയാണ് പുറത്തുനിന്നും വന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ പുഴയിലേക്ക് ഇറങ്ങുന്നത്, ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്, ആ കടലിലേക്ക് ഇറങ്ങുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമുക്കും ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടതാണ്. കുട്ടികളൊക്കെ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. അവർ ഒരുപാട് പ്രതീക്ഷകൾ അവരുടെ രക്ഷിതാക്കൾക്കുണ്ട്. അവരെ പഠിച്ച് വളർത്തി വലുതാക്കി അവരുകൊണ്ട് തങ്ങൾക്ക് ജീവിക്കണം, ശിഷ്ടകാലം ജീവിക്കണം, അവർ തങ്ങളെ നോക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടിയാണ് നിങ്ങളെ അവർ വളർത്തുന്നത്. ആ ബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് സന്തോഷത്തോടെ ഉറങ്ങാൻ പറയാൻ കഴിയില്ല. കാരണം ഞാനും ഒരു രക്ഷിതാവാണ്. ആ മരണമടഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇന്നല്ല, ഇനി അവർക്ക് ഒരുപാട് കാലത്തേക്ക് ഉറങ്ങാൻ കഴിയില്ല. അത് നമ്മൾ ഓർക്കണം. ഇനിയെങ്കിലും ശേഷിക്കുന്ന കുട്ടികൾ അവരോട് അപേക്ഷിക്കുകയാണ്, ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.
കടലും പുഴകളും നമ്മളെ മാടി വിളിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് പോകരുത്. ശ്രദ്ധിച്ചാൽ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എല്ലാവർക്കും നന്മ വരട്ടെ. ബൈ.